പത്മകുമാറിന്റെ അറസ്റ്റിൽ ഞെട്ടി CPIM. പത്മകുമാറിന് പിന്നാലെ PS പ്രശാന്തിലേക്കും SIT എത്തുമെന്ന് സൂചന. റിമാൻഡ് ചെയ്യപ്പെട്ട പത്മകുമാർ തിരുവനന്തപുരം സബ് ജയിലിൽ. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ MLA SITയുടെ റഡാറിലായെന്ന് ടെലിവിഷൻ മാധ്യമങ്ങൾ. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. നേപ്പാളിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജൻസി കലാപം. ബുധനാഴ്ച തുടങ്ങിയ കലാപം തുടരുന്നു. മേഖലയിൽ കർഫ്യൂ എന്ന് മാധ്യമങ്ങൾ. ഭീകരാക്രമണത്തിൽ നിരീക്ഷണത്തിലായ അൽഫലാഹ് സർവകലാശാലയിലെ 10 പേരെ കാണാനില്ലെന്ന റിപ്പോർട്ടിന് സ്ഥിരീകരണം. മൊബൈലുകൾ ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദ ബന്ധമെന്ന് സംശയം. ജമ്മുവിലെ കാശ്മീർ ടൈംസ് ഓഫീസിൽ സംസ്ഥാന പോലീസ് റെയ്ഡ്. AK-47 വെടിയുണ്ടകൾ പിടിച്ചെടുത്തു. തിരച്ചിൽ തുടരുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ പിടിച്ചുവയ്ക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി. എന്നാൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തള്ളി. നിങ്ങൾക്കറിയാമോ, നാം ഓരോരുത്തരും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ അതുല്യമായ കഴിവുകളോടെയാണ്. അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കഴിവുമില്ലാതെ ഒരു കുഞ്ഞുപോലും ഈ ലോകത്ത് ജനിക്കുന്നില്ല എന്നതാണ് സത്യം. ഓരോരുത്തരിലെയും കഴിവുകൾ വ്യത്യസ്തവുമായിരിക്കും. സഹോദരങ്ങളിൽ പോലും ഈ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. ചിന്തിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ പ്രൊഫഷനിലെ പരാജയങ്ങൾക്കിടയിൽ പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഞാൻ വഴിതെറ്റിയാണ് ഈ തൊഴിൽ മേഖലയിൽ എത്തിയതെന്ന്, എൻ്റെ കഴിവുകൾ മറ്റൊന്നിലായിരുന്നുവെന്ന്. പക്ഷേ നാം വൈകിപ്പോയിരിക്കുന്നു, അല്ലേ? തുടക്കം മുതൽ വഴിമാറി നടക്കാനായി ഇനി കഴിഞ്ഞ കാലത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് അസാധ്യമാണ് താനും. ജീവിതത്തിൽ പരമാവധി വിജയത്തിലെത്തുന്നത് ആരെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വന്തം കഴിവുകൾ വളരെ നേരത്തെ തന്നെ തിരിച്ചറിയുകയും അതിനോട് യോജിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയും ലക്ഷ്യബോധത്തോടെ ഭാവിയിലേക്ക് നീങ്ങുന്നവരുമാണ് തീർച്ചയായും ഉന്നതങ്ങളിലെത്തുന്നത്. എന്നാൽ എത്ര പേർക്ക് സ്വന്തം കഴിവുകളെക്കുറിച്ച് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ശരിയായ ലക്ഷ്യബോധമുണ്ട്? ദിനംപ്രതി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് 85% കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഭാവിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ആശയക്കുഴപ്പങ്ങളുമായി പകച്ചു നിൽക്കുന്നു എന്നതാണ് സത്യം. 85% പേർക്കും ഹൈസ്കൂൾ കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്ന് പോലും ധാരണയില്ല. ഈ ആശയക്കുഴപ്പം ജീവിത പരാജയത്തിന് പ്രധാനമായ കാരണവുമാകുന്നു. ഇവിടെയാണ് ഗ്ലോബൽ ഗേറ്റ്വേയുടെ ഏർലി ബ്രെയിൻ മാപ്പിങ്ങിന്റെ പ്രസക്തി. വളരെ നേരത്തെ തന്നെ കുട്ടികളുടെ കഴിവുകൾ, താല്പര്യങ്ങൾ, അവയെ അടിസ്ഥാനമാക്കിയുള്ള യഥാർത്ഥ സാധ്യതകൾ എന്നിവ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണിത്. ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതല്ല പ്രധാനം. കുട്ടികൾക്ക് സ്വയം മനസ്സിലാകുന്നതും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നതുമാണ്. 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രായത്തിനനുസരിച്ചുള്ള ഓൺലൈൻ, ഓഫ്ലൈൻ ടെസ്റ്റുകളിലൂടെയും ആശയവിനിമയത്തിലൂടെയും അവരുടെ ശൈലികൾ, അഭിരുചികൾ, താല്പര്യങ്ങൾ എന്നിവ ശാസ്ത്രീയമായി വിലയിരുത്തി അക്കാദമിക്, കരിയർ ഉൾക്കാഴ്ചകളും വ്യക്തിഗത മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിനുശേഷം ഗ്ലോബൽ ഗേറ്റ്വേയുടെ വിദഗ്ധരായ ഉപദേഷ്ടാക്കളും മനഃശാസ്ത്രജ്ഞരും അവരിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെ, മോട്ടിവേഷനിലൂടെ ശക്തമായൊരു ലക്ഷ്യബോധം സൃഷ്ടിക്കുന്നു. നമ്മുടെ അക്കാദമിക് സംസ്കാരത്തിൽ ഏർലി ബ്രെയിൻ മാപ്പിങ്ങിന് പ്രാധാന്യം നൽകാത്ത കാരണത്താൽ എത്ര കുട്ടികളുടെ ഭാവി പരാജയപ്പെടുന്നു. ഓരോ മേഖലയ്ക്കും എത്ര അനുഗ്രഹീതരായ പ്രതിഭകളെയാണ് നഷ്ടപ്പെടുന്നത്. കുട്ടികളെ അവർക്ക് യഥാർത്ഥത്തിൽ അഭിരുചിയുള്ള മേഖലയിൽ സ്വപ്നങ്ങൾ കാണുവാനും അധ്വാനിക്കുവാനും പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. സാധാരണ കരിയർ ഗൈഡൻസ് ആരംഭിക്കുന്നത് +2 ശേഷമാണ്. നമ്മുടെ കുട്ടികൾ വളരുന്ന ലോകം എക്കാലത്തെക്കാളും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു.
ഇന്നത്തെ സ്കൂൾ കുട്ടികളിൽ 85% പേരും ഇതുവരെ നിലവിലില്ലാത്ത മേഖലകളിലാണ് അവരുടെ ഭാവി കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ബ്രെയിൻ മാപ്പിങ്ങും വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടത്, 12ാം ക്ലാസ്സിന് ശേഷമല്ല. ഓരോ കുട്ടിയും ഈ ഭൂപടത്തിൽ ഒരു സ്ഥാനം അർഹിക്കുന്നു. ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്ക്, സാധ്യതയിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്കവരെ നയിക്കാം. കുട്ടികളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വിപ്ലവകരമായ സേവനം ഉപലബ്ധമാക്കുവാൻ ഗ്ലോബൽ ഗേറ്റ്വേ ശ്രമിക്കുന്നു. നിലവിൽ ഓൺലൈനായി ഈ സേവനം ആർക്കും തേടാവുന്നതാണ്. താല്പര്യമുള്ള മാതാപിതാക്കൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലൂടെ എൻക്വയറി ഫോം ഫിൽ ചെയ്യുക. ഈ സേവനം ഓഫ്ലൈനായി ലഭിക്കുന്ന സ്ഥലങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. മെഡിക്കൽ ടൂറിസത്തിന്റെ പേരിൽ അവയവ കച്ചവടം നടന്നുവെന്ന് NIA. പണമിടപാട് കൊച്ചിയിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടൂറിസം സ്ഥാപനമായ സ്റ്റെമ്മ ക്ലബ്ബ് വഴിയെന്നും NIA. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി അമേയ പ്രസാദിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കണമോ എന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. വനിതാ സംവരണ വാർഡായ പോത്തൻകോട് ട്രാൻസ് വിമണായ അമേയ പ്രസാദ് മത്സരിക്കുന്നതിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. ഇന്നലെ രാത്രി കൊല്ലത്തെ തീപിടുത്തത്തിൽ 5 വീടുകൾ കത്തിയമർന്നു. തങ്കശ്ശേരി ആൽത്തറമൂട് ഉന്നതിയിലാണ് തീപിടുത്തം. കൂടുതൽ വീടുകളിലേക്ക് തീ പടർന്നത് ഫയർഫോഴ്സ് നിയന്ത്രിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിയാണ് അപകടമുണ്ടായത്. ഇടുക്കി അടിമാലി പണിക്കൻകുടിയിൽ ഷാലറ്റിന്റെ ഭാര്യ രഞ്ജിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അവശനിലയിൽ കണ്ട 4 വയസ്സുള്ള മകനും മരിച്ചു. ഈ തിരഞ്ഞെടുപ്പോടുകൂടി പിണറായിസം അവസാനിപ്പിക്കണമെന്ന് മുൻ MLA PV അൻവർ. UDF സ്ഥാനാർത്ഥികൾക്ക് അൻവർ പിന്തുണ പ്രഖ്യാപിച്ചു. സീറ്റ് നേടാനായി കാസർഗോഡ് DCCയിൽ നേതാക്കൾ തമ്മിൽ പൊരിഞ്ഞാടി നടന്നു. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമ്മാക്കനും കർഷക കോൺഗ്രസ് നേതാവ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.